കുറേ നെഗറ്റീവ് കമന്റുകൾ നമ്മുടെ ചാനലിൽ വന്നില്ല. 2 ദിവസം മിണ്ടാണ്ടിരുന്ന് പൂർവാധിക ശക്തിയോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും, അങ്ങനെ ഇങ്ങനെ എന്താണ് അതേ ടോണിൽ തന്നെ. പിന്നെ അതിൽ പറയും ദീപ്തി സീതത്തോട് എന്ന് പറഞ്ഞ അവരുടെ ചാനലിനകത്ത് വന്നിട്ടുള്ള കമന്റ് ഇടുന്ന റാണി എന്ന് പറയുന്ന ഇവരെ അതിനകത്ത് റാണി അക്ക എന്നൊക്കെ വിളിക്കുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്. അപ്പൊ ഇവരിന്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരുടെ ചാനലിനകത്ത് വന്നിട്ട് ഇപ്പൊ ഡാനിസ് ഡൈസ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്നിട്ട് കമന്റ് ഇട്ട്, അതേപോലെ ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ദീപ്തി സീതത്തോട് എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിനകത്തും ചെന്നിട്ട് കമന്റ് ഇട്ട്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ദീപ്തി സീതത്തോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫേസ് അങ്ങോട്ട് റിവീൽ ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങ് ഇട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ അങ്ങ് ഇട്ടപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനെ ആകെ കൂടെ അങ്ങോട്ട്, അതായത് ഇവർക്ക് ആ ഒരു കുരു അങ്ങ് പൊട്ടിയിട്ട് ലാസ്റ്റ് ഇവരെല്ലാവരുടെയും കമന്റ് ബോക്സിനകത്ത് ചെന്നിട്ട് പിന്നെ കമന്റുകളോട് കമന്റുകളായിരുന്നു. ഞാൻ സൈഡിനകത്ത് വെക്കുക ഇവരെ ഇടുന്ന കമന്റുകളൊക്കെ. ഇത് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. കാര്യം അമ്മാതിരി എസ്സേ കണക്കിനൊക്കെ ഉള്ള കമന്റുകളാണ്. എന്റെയും ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഒരു പണിയില്ല എന്നുള്ളതാണ്. ഇവർ ഇങ്ങനെ ഇട്ട് കുത്തിയിടുന്ന ഇമാതിരി കമന്റ് ഒക്കെ ഇടാനായിട്ട് ആർക്ക് എവിടുന്ന സമയം കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം അത്രയും കമന്റുകൾ, പിന്നെ ഇവരിടുന്ന കമന്റുകൾ ഒരു ബന്ധമില്ലാത്ത, അതായത് ഇവരുടെ ഒന്ന് ലൈഫുമായിട്ട് ഇവരുടെ ലൈഫിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് അറിയോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ഇവര് ചുമ്മാ ഇവരുടെ ഒരു സിനിമയുടെ കഥയൊക്കെ എഴുതൂലേ, നമുക്ക് വായ തോന്നിയതൊക്കെ നമ്മളങ്ങ് എഴുതി പിടിപ്പിക്കുന്ന പോലെ ഇവരങ്ങ് എഴുതി അങ്ങ് പിടിപ്പിച്ചേക്കുന്നതാണ്. അതിനകത്ത് ഇപ്പൊ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. അവിഹിതമുണ്ട്, അതേപോലെ ഒളിച്ചോട്ടമുണ്ട്, അതേപോലെ മറ്റേ വേറെ കാമുകനായിട്ടുള്ള വേറെ പരിപാടികൾ, അതേപോലുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ഈ കഥയിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതേപോലുള്ള ഒരാളാണ് ഈ പറഞ്ഞ റാണി പി സദാശിവം എന്നാണ് ഇവരുടെ അക്കൗണ്ടിന്റെ പേര്. അപ്പൊ ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇവർ ഈ കണ്ട കമന്റുകൾ മൊത്തം ഇടുന്നത്. അപ്പൊ ഈ ഇവരുടെ ഫേസ് റിവീൽ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ, ഇവരെല്ലായിടത്തും ചെന്നിട്ട് ഈ കിടന്ന് കരഞ്ഞു മെഴുകണം, ഞാൻ കാണിച്ചു തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കമന്റ് ബോക്സിനകത്ത് ഇവർ കാണാം നമുക്ക്. അപ്പൊ ഇനി ദീപ്തി സീതത്തോട് എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം, എന്നാലും ബാക്കി പറയാം. കുറേ നെഗറ്റീവ് കമന്റുകൾ നമ്മുടെ ചാനലിൽ വന്നില്ല. 2 ദിവസം മിണ്ടാണ്ടിരുന്ന് പൂർവാധിക ശക്തിയോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും, അങ്ങനെ ഇങ്ങനെ എന്താണ് അതേ ടോണിൽ തന്നെ. പിന്നെ അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, എനിക്ക് അവരുടെ വീട്ടുകാരെ ഒന്നും അറിയത്തില്ലെന്നുള്ളത് ശരിയാണ്. പിന്നെ ഈ 30 മിനിറ്റ് കാണിക്കുന്നത് തന്നെയാണോ വീഡിയോ? ആ 30 മിനിറ്റിലുള്ളതൊക്കെ ശരിയാവണമെന്നുണ്ടോ? നേരത്തെ പറഞ്ഞത് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം അറിയാം, നാട്ടിലുള്ളവരെ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അക്കടെ വിചാരം എന്താ, ഞാൻ വീട്ടിൽ വരാൻ വന്നില്ല എന്നുള്ളത് ശരിയാണ്. ഞാൻ വരേണ്ടത്, അതായത് കുറച്ച് പിന്നെ എന്താ പറയുന്നത്, നമ്മൾ അനുസരിക്കേണ്ട ചില വ്യക്തികൾ പറഞ്ഞു ഞാൻ തനിച്ച് പോകേണ്ട കാര്യമില്ല, അവരും കൂടെ വരാം, ഈ പറഞ്ഞ നിയമപാലകരോ ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. ശരി, നമുക്ക് പോയിട്ട് ഈ കച്ചറ അടിക്കും, മറ്റേ പിടിച്ച് വലിച്ച് മുറ്റത്തിട്ട് രണ്ടെണ്ണം തരണം, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെ ചിന്തിക്കത്ത് പോലുമില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയോട്. പിന്നെ വെല്ലുവിളിച്ചായിരുന്നല്ലോ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന്. നിങ്ങൾ ഏഴംകുളം ഏനാത്ത് അടൂർ റൂട്ടിൽ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ പേര് പറയണോ? അത് അത്ര ഞാൻ പറയുന്നില്ല. ഫ്ലാറ്റില് നിങ്ങളും നിങ്ങളുടെ മകളും ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നുണ്ട്, റൂമിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നാട്ടിലെ ചില പ്രശസ്തമായ ആളുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത്, നിങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ട് സദാശിവം കൊച്ചാട്ടൻ പട്ടാളത്തിലാണെന്ന്. പക്ഷേ നിങ്ങളുടെ ഇരിക്കുന്ന റേഷൻ കാർഡ് BPL ആണെന്ന്. നമുക്ക് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാണ് BPL കാർഡ് കിട്ടിയത്? അത് അന്വേഷിക്കണ്ടേ നമുക്ക്? കൊച്ചാട്ടൻ പട്ടാളത്തിലാണെങ്കിൽ പിന്നെ ഇത് അങ്ങനെ കൊടുക്കുമോ? ഇല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഇല്ലല്ലോ, പട്ടാളത്തിലല്ലേ. അയൽവക്കക്കാരുമായിട്ടൊക്കെ എപ്പോഴും അടി ചീത്ത വഴി നമ്മുടെ കമന്റിൽ കാണുന്നത് തന്നെയാണ്. അയൽവക്കക്കാരുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാണല്ലോ 10,001 രൂപയും ഒരു 5 സിനിമാ ടിക്കറ്റും യൂട്യൂബ് വഴി ഓഫർ ചെയ്യാനിരുന്നതാണ് അക്കനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക്. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പേര് പുള്ളിക്കാരുടെ സ്ഥലം അവിടെ തന്നെയുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കമന്റ് കാണുമ്പോൾ എന്തായാലും വരാൻ തോന്നുന്നുണ്ട്. പക്ഷെ 1-2 യൂട്യൂബേഴ്സ്, എനിക്ക് യൂട്യൂബർമാരായിട്ടൊന്നും ഒരു പരിചയമില്ലായിരുന്നു, അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അക്കൻ്റെ അഡ്രസ്സ് കിട്ടിയാൽ തരണം, അല്ലെങ്കിൽ അക്കനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിളിക്കണമെന്ന്. പുള്ളിക്കാരി ഓർത്തിരിക്കുന്ന പറയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കയറി ചെന്ന അടുത്ത കേസായി ഭവന വേദനം, അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ കൊച്ചിനെ ആക്രമിക്കാൻ ശ്രമിച്ചു, അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അത് കയ്യിൽ വെച്ചിരുന്നത് വീഡിയോ വീട്ടിൽ ഇറങ്ങുന്ന തൊട്ട് നിങ്ങളെ വീട്ടിൽ കയറി കാര്യം ഉറപ്പിക്കാം. നിലവിളിച്ചാൽ പോലും ചുറ്റുള്ള ഒരു മനുഷ്യനെ കൊണ്ട് തിരിഞ്ഞു നോക്കൂല. അക്കാര്യത്തിനൊക്കെ ഭാഗ്യവതിയാണ്. ആരൊക്കെയോ അക്കയുടെ സൈഡ് പറഞ്ഞു വരുന്നുണ്ട്, നമ്മൾ അക്കേനെ വീഡിയോ വഴി കാണിച്ചു, അക്കയ്ക്ക് നാണക്കേടായി, വല്ല യൂട്യൂബ് ചാനലിൽ പോയിട്ട് ബാക്കിയുള്ളവരെ നാണം കെടുത്തുന്നതിന്. അപ്പൊ ഒന്നും ആർക്കും ഒരു വിഷമമില്ലായിരുന്നു. എല്ലാ യൂട്യൂബേഴ്സിനും ഞാനതല്ല ഓർക്കുന്നത്, ഇത്രത്തോളം യൂട്യൂബർമാർക്ക് ഇവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. എത്ര പേരാ വിളിക്കുന്നത്? ഇത് ഇവരുടെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇത്ര തുടക്കത്തിൽ അറിഞ്ഞൂടായിരുന്നു. പിന്നെ അല്ലേ ചറവറ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അത് ഇതുണ്ട്. പിന്നെ പൊതുവെ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഒക്കെ പറയുന്ന എല്ലാം കള്ള, ഒരുപാട് കള്ളത്തരം പറഞ്ഞ ജീവിക്കുന്ന അവിടെ നിന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കോടീശ്ശേരി എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പല കാര്യത്തിലും അങ്ങനെയല്ല. അത് ഉദാഹരണ സഹിത ആൾക്കാർ പറഞ്ഞു. പക്ഷെ അതൊന്നും പറഞ്ഞ് ഞാൻ അക്കനെ നാട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ലൈഫ് സാഹചര്യം. വീഡിയോ ചെയ്യണം, അക്കയുടെ ചാനൽ വീഡിയോ ഇടാം ഇതേപ്പറ്റി. അതാണ് എന്റെ ഒരു അഭിപ്രായം. അക്കയ്ക്ക് ഇത്ര നല്ല യൂട്യൂബ് ചാനൽ ഉണ്ട്. അക്കയ്ക്ക് ഭയങ്കര അക്കയുടെ വാഴക്കൂമ്പ് വാഴപ്പിണ്ടി തോരനില്ല അക്കടെ, അത് നല്ലോണം കയറി ആൾക്കാർ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോലും ഞാൻ ഷെയർ ചെയ്തില്ല. അല്ലാണ്ട് തന്നെ ആൾക്കാർ അക്കന്റെ ചാനൽ കണ്ടുപിടിച്ച് ചീത്ത വിളിക്കാനാണെങ്കിൽ അവർ ഓപ്പൺ ചെയ്തോണ്ടല്ലേ. 100 എത്രയോ വ്യൂ ഉണ്ടായിരുന്ന വീഡിയോയാ, അങ്ങ് കയറിയില്ല കുറച്ചെങ്കിലും. കേട്ടോ, പക്ഷെ ഒറ്റ സബ്സ്ക്രൈബർ കൂടിയിട്ടില്ല. അത് ഇപ്പോൾ 7 അല്ലേ? 3 അപ്പൊ കൂടിയല്ല 4 പേര്. 3 എന്ന് പറയുമ്പോൾ കൊച്ചാട്ടനും ചേച്ചി മോളും. കൊച്ചാട്ടന്റെ കാര്യത്തിൽ കുറെ ദുരൂഹതകളുണ്ട്.
നമ്മൾ ചീത്ത പറയുന്നില്ല. നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് നമ്മളിൽ നിന്ന് ചീത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറഞ്ഞോട്ടെ എന്ന് തീർച്ചയായിട്ടും നമ്മൾ അത് അംഗീകരിക്കുന്നു. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പേരിൽ അവരെ തന്നെ വിളിച്ചതായിട്ട് കരുതിയെടുത്തത്. പക്ഷേ അത് അത്രയും നമ്മൾ പറയേണ്ട കാര്യമില്ലായിരുന്നു, അറിയാം. പക്ഷേ പറഞ്ഞു പോയി. ഇപ്പം മാറ്റാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പറഞ്ഞത് പറഞ്ഞു, അത് അവർ അർഹിക്കുന്നു. ഇനി നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഇതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ ചീത്ത വിളിച്ചിട്ട്. നമ്മൾ ഇനി അത് ഉപയോഗിക്കത്തില്ല വാക്ക്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കയോട് നേരത്തെ പറയുള്ളൂ. അക്കയുടെ അടുത്ത് ഞാനൊരു കമന്റ് ഞാൻ പറഞ്ഞൊക്കെ നമുക്ക് ഒരിടത്ത് വെച്ച് കാണാം, എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. നമുക്ക് പറയാനുള്ളത് പരസ്പരം പറയാം. എന്റെ ചാനലിൽ കൂടെ തന്നെ വേണം നമുക്ക് ലൈവ് പോയിട്ട് അക്കയ്ക്ക് എന്നെ പറ്റി പറയാനുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞതേ നാട്ടുകാർ അറിയട്ടെ. അക്ക ലൈവിൽ പോകുക. ഇത്ര നല്ല ഓഫർ ആര് തരും? നമ്മളെ പറ്റി മോശം പറയാൻ നമ്മുടെ ചാനലിൽ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി കൊടുക്കാന്ന് പറഞ്ഞു. അക്കയ്ക്ക് അത് പറ്റൂല. പിന്നെ അക്ക എല്ലാ കമന്റിലും ഇടുന്ന ഒരു കോമൺ കാര്യമാണ് സൂചനമില്ല. അത് എന്തിന്റെ പേരിലായിക്കോട്ടെ, അത് കടമായിട്ടോ ദാനമായിട്ടോ എന്തോ ആയിക്കോട്ടെ. പിന്നെ അക്കയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാതെ. അക്ക ചെയ്തതിൽ അമേരിക്കക്കാർ തരാത്തയാണ് പ്രശ്നം. ഏതെങ്കിലും അമേരിക്കക്കാർ ഞാൻ ഈ പറഞ്ഞ അഡ്രസ്സിൽ പോയിട്ട് അക്കൊരു ഗിഫ്റ്റ് കൊടുക്കണേ, ആ വിഷമം അങ്ങ് തീരട്ടെന്ന് എന്റെ മോട്ടൊന്നും പറയാനില്ലേ. ചീത്ത കഴിച്ച് എന്തെങ്കിലും പറഞ്ഞു അറിയാമോ? ഞാൻ പറയാനുള്ള നേരിട്ട് ബോഡി ഷേപ്പ് ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അക്ക രൂപത്തിനൊന്നും പറയാത്തത്. അക്ക ഇങ്ങോട്ട് പറഞ്ഞ രീതിക്കാണ് തിരിച്ച് പറയാൻ അറിയാമെന്ന് പറയില്ല. ചേച്ചിക്ക് കുടുംബക്കാരെ പറ്റി ഒന്നും അറിയത്തില്ല. പിന്നെ എന്റെ അർത്ഥത്തിൽ എന്നെ കയറിയതൊന്നും പറഞ്ഞു. അപ്പൊ എനിക്ക് വരാം. ചേച്ചി വന്നില്ലെങ്കിൽ ഞാനും വരും കേട്ടോ. എനിക്ക് പോകണം. എനിക്ക് എന്റെ അക്കനെ കാണണം. അക്ക ഉയർ. അതെ, അക്ക ഉയർ ലേഡി സൂപ്പർ സ്റ്റാർ. ചേച്ചിയെ കാണാൻ ഞാൻ വരും കേട്ടോ. അക്ക വീഡിയോസ് എല്ലാം കണ്ടു കേട്ടോ. അക്ക വീഡിയോ എല്ലാം കണ്ടു. ഞങ്ങളുടെ വീഡിയോ ഒന്ന് കമന്റ് ഇടാഞ്ഞേ. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് ചേച്ചി വന്നില്ല. ആ ഒരു വിഷമം ഇപ്പോഴും കാത്തിരിക്കാൻ ഞാൻ. വാ, ഡിലീറ്റ് ആക്കൂല കമന്റ്, പിൻ ചെയ്ത് തരാം. വാ അല്ലേ? ശരിക്കുള്ള മണിമയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതാ ഞാൻ നോക്കി. അത് പറയല്ലേ ഈ പഠിപ്പിക്കുന്നത് മണി പറഞ്ഞു. വാ എന്നാ പറയുന്നത്, തിന്നിട്ട് എലിനിടെ കുത്തുന്നുണ്ടെങ്കിൽ അത് ആ എലിനിടെ കുത്തു നിർത്താൻ ഒരുപാട് പണികളുണ്ട്. അതിനുള്ള വഴി ഉണ്ടാക്കാതെ എന്നാ ഏറ്റവും നല്ലത്. അതാണ്. ഇനി അടുത്ത കമന്റ് മണിയമ്മയുടെ സാരില്ല. അവരുടെ എന്റെ ചാനൽ അല്ല, ഇതിനകത്ത് വന്നതിനോട് ഞാൻ പറഞ്ഞു. അതിനകത്ത് വന്നല്ലോ. നമ്മളോട് പറയുന്ന പോലല്ല, മണിയമ്മയോടൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച്. നിങ്ങളുടെ നമ്പർ ഇട്ടോ ചെവി അടിച്ചു പോകും. ചെവി അടിച്ച് പോകുന്നില്ല, അങ്ങ് വീട്ടിലോട്ട് നേരിട്ട് വരും. ഞാൻ എല്ലാവരും പോകുന്നുള്ളൂ, വിഷമിക്കണ്ട. നമുക്കൊരു ട്രിപ്പ്. ഓക്കെ, അപ്പൊ കണ്ടല്ല ആ ഒരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവര് പ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ആദ്യം പറഞ്ഞതല്ല ഇവർ പിന്നെ പറയുന്നത്. ആദ്യമൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈഫിനകത്തുള്ള മൊത്തം കാര്യം ഏതാണ്ട് അറിയാവുന്ന ഒരാളെ പോലെയാണ് ഇവർ സംസാരിക്കുക. അപ്പൊ ഈ സംസാരം കഴിഞ്ഞിട്ട് ഇത് ഇവർ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 മിനിറ്റ് കാണുന്നവര് അവരുടെ ലൈഫിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയല്ല നിങ്ങളുടെ റിയൽ ലൈഫ് എന്നൊക്കെ ഉള്ള രീതിക്കായി. അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഞാനടക്കി ഈ വീഡിയോനകത്ത് ഇടുന്ന എന്റെ റിയൽ ലൈഫിനകത്ത് ഞാൻ ഇങ്ങനെയല്ല. അത് ഓരോരുത്തരും നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കോൺഷ്യസ് ആവും. നമ്മളെ 4 ആള് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ എന്നുള്ളൊരു ബോധം തലക്കകത്തുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ ആവുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ റിയൽ ലൈഫിനകത്ത് നമ്മളൊക്കെ ഭയങ്കര, അതായത് ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞുള്ള പരിപാടി ഉണ്ടല്ലോ, ആ ഒരു പരിപാടിനകത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് പോകുന്നു. അല്ലാണ്ട് എല്ലാവരും പൊളിറ്റിക്കലി പ്രോഗ്രസീവായിട്ട് അങ്ങനെയൊന്നും അല്ല. എല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ എല്ലാവരും അവനവന്റെ രീതിക്കായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഓടി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പലതരത്തിൽ പല ആൾക്കാരെ പറ്റി പലതും പറയുമായിരിക്കും. എന്നും പറഞ്ഞിട്ട് ആ സാധനമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയനകത്ത് വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞ വിവരം അറിയും. അങ്ങനെ ഒരു വിവരം അറിയലാണ് ഇപ്പൊ ഈ പറഞ്ഞ റാണിയക്കയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോ കണ്ടിട്ട് ഒരു ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ.